ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 3-ാം തിരുവചനം. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അവനവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കാണാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കഥ പ്രകാരം വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ പതിവായി നടക്കാനിറങ്ങുമ്പോൾ തൻ്റെ തോളിൽ 2 സഞ്ചികൾ തൂക്കിയിട്ടിട്ടുണ്ടാകും. ഒന്ന് മുന്നിലും ഒന്ന് പിറകിലുമായിട്ട്. അതിൽ പിറകിലത്തെ സഞ്ചിയിൽ മറ്റുള്ളവരുടെ നന്മകൾ എല്ലാം പെറുക്കിയിടും. പിറകിലായതുകൊണ്ട് അവ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. മുന്നിലെ സഞ്ചിയിൽ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും. അയാൾ അതെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഒരിക്കൽ ഇദ്ദേഹം ഇതേപോലെ മറ്റൊരു മനുഷ്യനെ കാണുവാനായിട്ട് ഇടയായി. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ മുൻവശത്തുള്ള സഞ്ചിയിൽ എൻ്റെ നന്മ പ്രവർത്തികൾ എല്ലാം കൊണ്ട് നിറച്ചിരിക്കും. അത് കണ്ട് ഞാൻ സന്തോഷിക്കും. പുറകിലെ സഞ്ചിയിൽ എൻ്റെ കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും പെറുക്കിയിടും. അവ പിറകിലായതുകൊണ്ട് ഞാൻ അവയെ കാണാറില്ല. ഈ യാത്രയിൽ ഈ 2 പേരും മൂന്നാമതൊരാളെ കൂടെ ഇതേപോലെ തന്നെ 2 സഞ്ചിയുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുവാനായിട്ടിടയായി. അയാൾ പറഞ്ഞു, എൻ്റെ മുന്നിലെ സഞ്ചിയിൽ മറ്റുള്ളവരുടെ നന്മ പ്രവൃത്തികൾ എല്ലാം കൊണ്ട് നിറച്ചിരിക്കും. അതേറെ കുറെ ഭാരമുണ്ട് എങ്കിലും യാത്രയിൽ അതെനിക്ക് ആശ്വാസം പകരുന്നു. പുറകിലെ സഞ്ചിയിൽ അന്യരുടെ കുറവുകളും കുറ്റങ്ങളും പെറുക്കിയിട്ടിരിക്കും. അത് പിറകിലായതുകൊണ്ട് ഞാൻ അവയെ ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല, പിറകിലെ സഞ്ചിയിൽ ചെറിയ ഒരു ദ്വാരവുമുള്ളതുകൊണ്ട് ചിലത് അതിലൂടെ പൊഴിഞ്ഞു പോകുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ 3 ആളുകളിൽ ആരോട് നാം തുല്യരായിരിക്കും? സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? സ്വയമായി ചിന്തിച്ച് അവനവനെ വിലയിരുത്തുക. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.